ഹേ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവാണേ. ആൻറ്റിയുടെ വീട്ടിൽ 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ട് പോകാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ 2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ചെറിയ മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ തമിഴ്നാട് എത്തി. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാലും പോരാ, നല്ല വെയിലായിരുന്നു. കാറിലായിട്ട് പോലും ചുട്ട് പൊള്ള ഭയങ്കര ടയേർഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഞാനും അമ്പാടിയും കൂടി ഇരുന്നു. ഏട്ടൻ പിന്നെ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ബാക്കിൽ സായൂട്ടനും അമ്മയും കൂടി ഇരുന്നു. അവൻ വണ്ടിയിൽ കയറിയതും ഉറങ്ങിയതാണേ. പിന്നെ അവിടെ എത്താനാകുമ്പോഴാണ് എണീറ്റത്. പിന്നെ കുറച്ച് നേരം ട്രാഫിക്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഓരോ കാഴ്ചകളും കണ്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഒരു ചേച്ചി കുറച്ച് കുക്കുംബറും പൈനാപ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ടായിരുന്നു, ചൂടൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ മേടിച്ചൊന്നുമില്ല. പിന്നെ ഫോണും പിടിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടോ എന്തോ എന്നെ കണ്ടതോ ആ ചേച്ചി പെട്ടെന്ന് മാറിപ്പോയി. വേണമെന്നൊന്നും ചോദിച്ചില്ല. പിന്നെ അങ്ങനെ കുറേ സമയം നമ്മൾ അടുത്ത ട്രാഫിക് എത്തി. സിഗ്നലിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോഴുണ്ട് അടുത്തൊരു സാധനമായിട്ടൊരു പയ്യൻ വരികയാണ്, ഈ ബബിൾ ഗൺ കേട്ടോ. പക്ഷെ സംഭവം നല്ല രസമൊക്കെ ഉണ്ട്. അത് കണ്ടതും പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടന് ഭയങ്കര അത് വേണമെന്നും പറഞ്ഞ് വാശിയായിരുന്നു. പക്ഷെ എന്ത് സാധനം കൊടുത്താലും ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കില്ല. അതിനപ്പം തന്നെ കേടാക്കും, അല്ലെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയണേ. അതുകൊണ്ട് ഞാനത് മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ വിഷമവും ദേഷ്യമൊക്കെയാണ് ഈ മുഖത്ത് കാണുന്നത്, ആ എക്സ്പ്രഷൻസ് കേട്ടോ. പിന്നെ ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ റീച്ചായി. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഒത്തുകൂടൽ, ഭയങ്കര സന്തോഷം, എല്ലാവരെയും കാണാൻ പോകുന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു സപ്പോർട്ടൊക്കെ തരിക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.